മെസ്സിക്ക് പിന്നാലെ പുതിയ വാഗ്ദാനവുമായി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാൻ വരുമോ ഇല്ലയോ എന്ന ചർച്ചകൾക്കിടയിൽ പുതിയ വാഗ്ദാനവുമായി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. കോഴിക്കോട് സ്റ്റേഡിയത്തിലെ ബൈക്ക് റേസ് പ്രശസ്ത സിനിമാ താരം സൽമാൻ ഖാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് വി അബ്ദുറഹ്മാൻ അറിയിച്ചു. വണ്ടിപ്പൂട്ട് മത്സരം അംഗീകാരത്തിനുള്ള ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്നും കായിക മന്ത്രി പറഞ്ഞു. മലപ്പുറം പൂക്കോട്ടൂരിൽ വണ്ടിപ്പൂട്ട് മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ. അന്താരാഷ്ട്ര തലത്തിൽ 3 രാജ്യങ്ങളിലായി നടക്കുന്ന ബൈക്ക് റേസാണിത്. ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൽമാൻ ഖാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പൊതുസമൂഹത്തിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുക, അത് ആസ്വദിക്കുക എന്നതാണ് പുതുതലമുറ ചെയ്യുന്നത്. മഡ് റേസിന് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് എന്നും മന്ത്രി പറഞ്ഞു. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാൻ വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷയെന്നാണ് കായിക മന്ത്രി അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. അതിനായി ഇപ്പോഴും ശ്രമം തുടരുകയാണ്. അർജന്റീന കേരളത്തിലേക്ക് വരുന്നതിനുള്ള വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫിഫ അനുമതികൾ വൈകിയതാണ് അർജന്റീന ടീമിന്റെ നവംബറിലെ വരവ് തടസ്സപ്പെടാൻ കാരണമായത്. കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണം നിശ്ചിത സമയത്ത് പൂർത്തിയാക്കുമെന്നും കരുതിയാണ് അർജന്റീനയുടെ കേരള സന്ദർശനത്തിന്റെ തീയതികൾ പ്രഖ്യാപിച്ചത്. അർജന്റീന നവംബറിൽ വന്നില്ലെങ്കിൽ മറ്റൊരിക്കൽ വരും. നമ്മുടെ നാട്ടിലെ ചിലർ ഇമെയിൽ അയച്ച് അർജന്റീനയുടെ വരവ് മുടക്കാൻ നോക്കിയെന്നും മന്ത്രി ആരോപിച്ചു. അർജന്റീന ടീം ഇല്ലാതെ നായകൻ ലിയോണൽ മെസ്സി മാത്രമായി കേരളത്തിലേക്ക് വരാൻ തയ്യാറാണ്. അത് വേണ്ടെന്നാണ് തീരുമാനമെന്നും ഈ നവംബറിൽ തന്നെ അർജന്റീന വരണമെന്ന് സർക്കാർ ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലിയോൺ മെസ്സിയും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ലെന്ന് സ്പോൺസർ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. അങ്കോളയിൽ മാത്രം സൗഹൃദ മത്സരം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു സ്പോൺസറുടെ സ്ഥിരീകരണം വന്നത്.